ഹലോ ഗൈസ്, ഇത് നമ്മൾ ജനനായകൻ കാണാൻ പോകുന്നതിൻ്റെ ചെറിയൊരു കുട്ടി ബ്ലോഗാണ്. കുറേ ദിവസമായി ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. ജനനായകൻ ഇറങ്ങി 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിനിമ കാണാൻ പോയിട്ടുണ്ട്. ഇത്രയും ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടില്ല. ഒന്നാമത് ഒരു മൂഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. അതാണ് സത്യം. പിന്നെ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു പാടാണ്. സത്യം പറഞ്ഞാൽ ഈ കണ്ടന്റ് ക്രിയേറ്ററൊക്കെ സമ്മതിക്കും. കാരണം ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുക, അതിൽ ഡയലോഗ്സ് ആഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പാടാണ് തന്നെയാണ്. ഈ പുറമേ കാണുന്നവർക്ക് എന്താ പറയുക, ഇതൊക്കെ എന്താ അത്ര വലിയ പണിയാണോ എന്നൊക്കെ തോന്നിപ്പോകുമെങ്കിലും സത്യം പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പാട് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ ഞാൻ ഈ വീഡിയോ കുറേ ദിവസമായി എൻ്റെ ഗ്യാലറി കിടക്കുന്നു. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയതും ഡയലോഗ്. അപ്പം ഞാൻ വിചാരിച്ചു എഡിറ്റ് ചെയ്തിടാമെന്ന്. പക്ഷേ കാര്യമായ ഒരു എഡിറ്റിങ് ഞാൻ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. ജസ്റ്റ് വീഡിയോ എടുത്തു, ഞാൻ അതിനൊരു വോയിസ് കൊടുത്തു എന്നല്ലാതെ ഒന്നും ഞാൻ എഡിറ്റ് ചെയ്തില്ല. പിന്നെ ഞാൻ പോകുന്നൊരു വൈബും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളൂ. അത് എക്സ്ട്രാ ഒന്നുമില്ല. वेरी गुड. एला मने छोटी में नहीं बिगड़ जाएगा. कितना अच्छा बोलता है. जब भी नेट नहीं आता है तो कैसा होता है. रेलवे स्टेशन में जाएगा तो നമ്മൾ ഇവിടെ തിയേറ്ററിലെത്തി. ഒരുപാട് എന്താ പറയുക ഷോസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പം നമ്മൾ 7ാമത്തെ സെക്ഷനിലായിരുന്നു. ഇവിടെ എന്താ വെച്ചാൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. കാരണം വെച്ചാൽ നമ്മൾ ദേവുവിന് ശ്രീകുട്ടിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ്. അപ്പോൾ ശ്രീകുട്ടിക്ക് 2.5 വയസ്സായതുകൊണ്ട് അവൾക്ക് കയറാൻ കൊഴുപ്പല്ല കയറുന്നതിന്. പക്ഷേ ദേവുവിന് അങ്ങോട്ട് അലൗഡ് അല്ലായിരുന്നു ഈ ഒരു മൂവി, വയലൻസും കാര്യമുള്ളതുകൊണ്ട്. അങ്ങനെ നമ്മൾ അവളെ എന്താ പറയുക സ്പൈഡർമാൻ്റെ ഷോയിലേക്ക് ഇരുത്തി. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരും ഈ മൂവി കാണാൻ പോയി. എൻ്റെ ഫ്രണ്ടും അവളും കൂടെ സ്പൈഡർമാൻ മൂവി കണ്ടു. അപ്പം നമ്മൾ ഈ മൂവിയും കാണാൻ പോയി. അങ്ങനെ നമ്മൾ അതിൽ കയറി. ഒരു എന്താ പറയുക 2 മണി ആ ഒരു സമയത്താണ് ഷോസ് ഉള്ളത്. അപ്പം നമ്മളെന്താ ചെയ്തു, നമ്മൾ എന്താ പറയുക ഇപ്പോൾ ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് വന്നു. ഞങ്ങൾ മാത്രമല്ല, നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ദീദിൻ്റെ അതും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഷോസ് കാണാൻ പോയത്. അപ്പം സത്യം ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. നമ്മളവിടെ ഷോ കാണാൻ വേണ്ടിയിരുന്നു.
സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വന്നു. കാരണം വെച്ചാൽ ഇനി ഇങ്ങനൊരു മൂവി ഇങ്ങനെയല്ല ഇനി ഉണ്ടാവില്ലല്ലോ എൻ്റെ മൂവി എന്നുള്ളൊരു സങ്കടം. പിന്നെ ഇത്രയും കാലം അദ്ദേഹം വർക്ക് ചെയ്ത ഓരോ മൂവിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലൊരു ഭയങ്കര ഒരു തിങ്ങലാണ് ഇനി ഇല്ലല്ലോ എന്നുള്ളൊരു ഇത്. പക്ഷേ സന്തോഷമുണ്ട്, കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു CM ആണ്. പിന്നെ ഈ ഒരു മൂവി എന്ന് വെച്ചാൽ എനിക്ക് സത്യമെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നും എനിക്കല്ല, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പോൾ അണ്ണൻ്റെ ഫാനും കൂടി ആയതുകൊണ്ടായിരിക്കും കൂടുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ പോകാമെന്നുള്ളൊരു പ്ലാനൊക്കെ ചെയ്ത് അങ്ങനെ. അപ്പോൾ പിന്നെ വേറെ എവിടെയും കറങ്ങാൻ പോയില്ല, കാരണം അത്യാവശ്യം ഇത് വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മളവിടെ ഇറങ്ങി കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് നേരമായില്ല. നമ്മളവിടെ നിന്ന് തിരിച്ച് പോകാനുള്ളത് തന്നെയായിരുന്നു. നമുക്ക് വേറെ എവിടെയും പോകാനും കറങ്ങാനുള്ളൊരു സമയമല്ല, കാരണം നമ്മുടെ റൂമിലെത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി. പിന്നെ നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.